അപ്പം എല്ലാവർക്കും കക്കാടംപൊയിൽ പോകണം. പക്ഷെ ആകെ ഒരു വണ്ടി, 2 വണ്ടി ഉണ്ട്. പക്ഷെ 2 വണ്ടിയിൽ ആർക്കും പോകണ്ട. എല്ലാവർക്കും ഒരു വണ്ടിയിൽ പോകും വേണം. എന്നാൽ എല്ലാവർക്കും സീറ്റും കിട്ടണം. അതിപ്പോ നടക്കണില്ല. ക്യാമറ എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ നേരത്തെ ശരിയാക്കി തരാം. ഇനിയൊന്നും മിണ്ടണ്ടിരിക്കണ്ടേ എന്നാലേ. സൽമാൻ എത്ര സ്ഥലം ഉണ്ട് ഇപ്പൊ? സൽമാൻ ഞാൻ കുറച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. എന്റെ പകുതി ഇത് മുന്നേ കിട്ടാ. ഇത് മാക്സിമം മുന്നേ കിട്ടുകയാണ്. ഓളോക്കെ നമ്മളെങ്ങട്ടാ പോണേ നബീലെ? നമ്മള് കക്കാടംപൊയിൽ. നബീല് ക്യാമറ ഓണായപ്പോഴേ ഓളോക്കെ നബീല് ഇത്രയും നേരം ഉണ്ടല്ലോ വണ്ടിന്ന് പുറത്തിറങ്ങിക്കുണ്ടോ? എന്നിട്ട് ആദ്യം നിങ്ങൾ കണ്ടുക്കണോ? ഇരുന്നിട്ടില്ല, സീറ്റില്ല. അതാ പറയണത്. പുറത്തിറങ്ങിയതേ ഇങ്ങനെ നടക്കൂല. അത് ഇങ്ങനെ നടപടിയാവൂല. ഇത് എനിക്ക് പറ്റൂല എന്നൊക്കെ പറഞ്ഞു. ക്യാമറ ഓണായപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ ഞാനിരിക്കാം. ഇവിടുന്ന് തന്നെ 4x4 ഒക്കെ ഇടണോ? കക്കാടംപൊയിൽ എത്തിയിട്ടാ പോരെ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മള് ഇന്ന് പുലർച്ചെ 5:30 മണിക്ക് കക്കാടംപൊയിൽ പോകാൻ വേണ്ടി ഒരുങ്ങിയതാണ്. അപ്പൊ വൈകുന്നേരം 4 മണിയായപ്പോ നമ്മളെല്ലാരും സെറ്റായി റെഡിയായി ഇപ്പം കക്കാടംപൊയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്നലെ ഞാൻ ഇന്നലെ പോർച്ചുഗലിന്റെ കളി കണ്ടു, ജർമ്മനിന്റെ കളി കണ്ടു, ബ്രസീലിന്റെ കളി കണ്ടു, അർജന്റീനന്റെ കാണാൻ പറ്റില്ല. അത് 5:30 അതും കൂടി കണ്ടുകണേ ഇന്നലെ ഉറക്കം ഫുള്ള് പോയിനി. എന്ത് സൗണ്ട്? ചേട്ടാ താങ്ക് യു. അപ്പൊ നമ്മള് കക്കാടംപൊയിൽ ലക്ഷ്യമാക്കി യാത്ര തുടങ്ങാൻ നമ്മളെ കൂടെ ഡ്രൈവർ സ്പൾബർ അവർകൾ അതാ ഇതിലേറെ എടുത്ത് കിട്ടാണ് ഒരു ഡ്രൈവറിന്, ഓഫ് റോഡ് ഡ്രൈവറിന് ഓടിക്കാൻ കഴിയില്ല. താടിമക്കാണ് കുത്തും. ഓപ്പറേഷൻ കഴിഞ്ഞോടുത്ത് പിന്നെ ഒരടി അടി. ബാക്കിലേക്ക് നോക്കുമ്പോ നമുക്ക് SBK നബീല് തന്റെ ഒഴിവുള്ള സൺഡേ തന്റെ പ്രിയതമക്ക് വിളിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ടച്ച് ചെയ്യണ്ടോന്നാ ടയർമുഖത്തുണ്ട്. അഫീഫേ ടയർ സീനില്ല. ടയർ സീനില്ല. അത് തട്ടിയൊക്കെ എന്തേലും ഫ്രീക്ക് മോനാണോ പോയത് കേട്ടോ. അപ്പൊ നമ്മൾ കക്കാടംപൊയിലേക്ക് പോവുകയാണ്. അവിടെ എത്തിയിട്ട് ബാക്കി വരാങ്ങൾ. എടാ നിങ്ങള് ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിനാ? ലൊക്കേഷൻ കൊണ്ടാവാൻ പോയിട്ട് കാഞ്ചന കൊണ്ടിട്ട് വാങ്ങി തരാന്നൊക്കെ പറഞ്ഞു. നാരങ്ങ സോഡ വാങ്ങി കിട്ടും. നാരങ്ങ സോഡയും ലേസും. SBK ഒരു 25 ലക്ഷം റുപ്യക്ക് ഒരു ആൽബം എടുത്ത് വെച്ചിട്ടുണ്ടോ? അപ്പം 90% ആയിക്കണ്. അപ്പൊ DQ പ്രൊഡക്ഷൻ ഹൗസ് ആണ് SBK റൺ ചെയ്യുന്നത് കേട്ടോ. അല്ല ഈ ആൽബം നമുക്ക് ചെയ്ത് തന്നിട്ടുള്ളത് നരിവേട്ടന്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ടിപ്പുക്കാണ് നമ്മളെ മൂപ്പര്. എനിക്കൊരു ഗിഫ്റ്റ് ഒക്കെ തന്നിട്ടാ. എനിക്ക് 2 ഗിഫ്റ്റ് തന്നിന് മൂപ്പര്. അപ്പം അതിൻ്റെ അടുത്തുണ്ട്. അപ്പം മൂപ്പരാണ് നമ്മളെ ഈ ഒരു ആൽബം പ്രൊഡ്യൂസ് ചെയ്യണത്. അപ്പൊ അതിലിപ്പോ പെപ്പെ അഭിനയിച്ച് ഒരു 90% പെപ്പെ ചേട്ടൻ അഭിനയിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി നമ്മള് ചെക്കന്മാരെല്ലാരും കുറച്ച് സീനും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പാട്ട് വരുന്നതാണ്. അപ്പൊ കൂടുതൽ നമ്മൾ സംസാരിക്കുന്നില്ല പാട്ടിനെ കുറിച്ച്. കാത്തിരുന്ന് കാണുക. നബീല ആർക്കായി നിക്കാതെ വിളിച്ചണേ? നബീൽ ഇപ്പൊ ഒരു ബിസിനസ് മാൻ ആയതിനു ശേഷം ഫുൾ കോളാട്ടോ. ഒരു വണ്ടിയിൽ കയറിയ ഫുൾ കോള്, വണ്ടിയിൽ ഇറങ്ങിയ ഫുള്ള് ഗെയിം കളിച്ചിരിക്ക. അപ്പൊ എന്തായാലും നമുക്ക് പോണ വഴിക്ക് നമ്മളെ ലൊക്കേഷനിലെത്തിയിട്ട് ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും കാണാം. അപ്പൊ അത് അമ്മച്ചിനി ഇപ്പച്ചിനിയും പൊക്കിക്കണേ. ദോശ കോർണറിൽ ദോശ കഴിക്കാൻ വേണ്ടിട്ട് വരുന്നു. ഇങ്ങനത്തെ സാധനം ഷുഗർ ഫ്രീ മിൽക്ക് വേട മിൽമന്റെ. ഇപ്പച്ചി ഏതോ ഒരു പഴയ സുഹൃത്തിനെ മീറ്റ് ചെയ്തു.
ഉമ്മച്ചി അത് കണ്ട് രസിച്ചിരിക്കുന്നു. ഡിക്കൊക്കെ ആള് കയറിയോ? ഡിക്കൊക്കെ ഒരാളെ കയറ്റിടാ. SBK ഡിക്കിൽ ഒരാൾക്ക് പോകാനുള്ള സാധ്യത ഉണ്ടോന്ന് ചെക്ക് ചെയ്യുന്നു. ഇപ്പച്ചി ഞാനും സെയിം ഷർട്ടാണ് കേട്ടോ. സെയിം ഷർട്ട്, അതേ ഷർട്ടാണ് ഞാൻ ഇട്ടിക്കണ കേട്ടോ. അതിന്റെ ബ്ലാക്ക് ആണ് ഈ ചുട്ടുന്നത്. ഇത്ര ഒരു സുഖമുള്ള ഒരു ഷർട്ട് വേറല്ല കേട്ടോ. എപ്പോഴും ഇതാപ്പെടണേ നമ്മള്. അപ്പൊ ഇതാ സൽമാൻ 2 കുറ്റി പായസം പാലട പ്രഥമം വാങ്ങാൻ ഇൻലെസ് ടീഷർട്ട് പോയിരിക്കുന്നു. ഷുഗർ കട്ട് ചെയ്ത് ഇങ്ങനെ കഴിക്കണോ? ഷുഗർ മാത്രം കഴിക്കാം. നാളെ മുതല് ഞങ്ങള് അവിടെ ഇങ്ങനെ ഇറങ്ങി. എപ്പോഴെത്തിയാ? ഞാൻ അവിടുന്ന് ഇപ്പൊ പോരും. ഒരു അരമണിക്കൂർ കൊണ്ട് പെരുന്നാളിന്ന് പോരും. വീട്ടിൽ വരിക നേരാണ്ട് പോരും. അരമണിക്കൂർ കൊണ്ട് ഇവിടുന്ന് പോരും. പെരിന്തൽമണ്ണന്ന് പോരാ അരമണിക്കൂർ. പിന്നെ ഇവിടെ എത്താ 1 മണിക്കൂർ. 1 മണിക്കൂർ. അപ്പൊ ഒരു 5 മണിക്ക് അവിടെ എത്തിയേക്കാരം. അപ്പൊ കക്കടമയിലെത്താനോ? കക്കടമല 6:30 ആകുമ്പോ എത്തൂലേ? ഇൻഷാ അല്ലാഹ്. ആയിക്കോട്ടെ. 7 മണി കേട്ടോ. 7 മണി. ഓക്കെ. അതല്ല ഇരിക്കുന്ന സ്ഥലം പറഞ്ഞാ ഞാൻ അവിടെ വന്നിട്ട് എന്താ പറ്റാ? ആദ്യം നിലമ്പൂര് എത്തിയിട്ടൊന്ന് വിളിയാ നമ്മളെ. നിങ്ങളെ ചെലപ്പോ വിളിച്ചാ കിട്ടിയില്ലെങ്കിലോ? കിട്ടും. അപ്പൊ നിങ്ങളിപ്പോ പോണില്ല. നമ്മള് റേഞ്ച് ഇല്ലാത്ത ഏരിയക്കൊന്നും പോണില്ല. റേഞ്ച് ഇല്ലാത്തടത്ത് പോകണുള്ളൂ. ഓക്കെ. എന്നാ നിക്കല്ലേ? അല്ലല്ല, റിട്ടൺ പോരും. റിട്ടൺ പോരോ? നമ്മള് ചെത്തിയ ഉടനെ പോരും. ആയിക്കോട്ടെ. 10 മണിന്റെ മുന്നേ പോരും. അനക്ക് ഉറങ്ങണതിന് മുന്നേ നമ്മൾ എത്തും കേട്ട്. ശരി അപ്പൊ ഓക്കെ. നമ്മള് പോണ വഴിക്കൊരു സുന്ദരനെ കിട്ടിക്കണ്ട. എത്ര കിലോമീറ്റർ ആണ്? 5 കിലോമീറ്റർ നോക്കിയാണ്ട് അടിച്ചല്. 10 ലിറ്റർ 14 ലിറ്ററല്ലോ. 14 ലിറ്റർ. ബൈ. എന്താണത്? ജനറേറ്ററോ? പുറത്ത് കുടിച്ച എന്താ സൗണ്ടല്ലോ? അത് സൽമാന് സൗണ്ട് ഉണ്ടോ? സൗണ്ട് ഉണ്ടല്ലേ? റെഡ് കക്കടമൂര് പോണോ? നബിലെ പോണ്ടല്ലോ. വേറെ ചെറിയൊരു ടൂറിസ്റ്റ് പ്ലേസ് പോവാ. പെരും തിരക്കാണ്. ഇന്ന് പോലെ നടക്കണം തോന്നുന്നു. ആടിമ്പാറോ? ന്യൂ ലുക്കാണ്. ഫിലിമിന്റെ ലുക്കാണ്. അപ്പൊ ഔട്ട് ചെയ്തിട്ടില്ല. കോളിവുഡ് ടൈംസ്. കണ്ണട ചപ്പ നടക്കണേ. കണ്ണട നിക്കണോക്ക് ചെരിഞ്ഞിട്ട് വണ്ടി സൈഡാക്കിട്ടോ. ട്രിപ്പ് നിന്നു. അതായത് എല്ലാവർക്കും വന്നപ്പോഴുള്ള മൂഡ് പോണ വഴിക്കില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ എല്ലാ പമ്പിലും ചവിട്ടാണ്. സൽമാൻ എന്താ പറയല്ലേ? രാവിലെ രാവിലെ നീച്ചിക്കണം നമ്മൾ 6 മണിക്ക്. ഇജി രാവിലെ 6 മണിക്ക് നീച്ചില്ല. നമ്മളൊക്കെ 6 മണിക്ക് നീച്ച്. അടച്ചോനെ
അറിയില്ല നമ്മള് കൊടുക്കാം. നമുക്ക് ഏറ്റവും നല്ലത് കോയിപ്പാറ വെള്ളച്ചാട്ടാണോ ആടിയമ്പാറ വെള്ളച്ചാട്ടാണോ? പോവാ ആ പോവാണ്. നിങ്ങള് കോയിപ്പാറ വെള്ളച്ചാട്ടത്ത് പോയിക്കോളി. അതാണ് നല്ലത്. നിങ്ങൾ പോയിട്ടുണ്ടോ അവിടെ മുമ്പ്? ഞാൻ ആട്ടിയമ്പാറയ്ക്ക് പോയിക്കണു. അല്ല ഞാൻ കാണാത്ത സ്ഥലം അതാണ്. അപ്പൊ അതുകൊണ്ട് ഞമ്മക്ക് എന്താ മെച്ചം? ഞങ്ങള് ഇജ്ജ് പോരുന്നില്ല ഞങ്ങളപ്പം. ഞാൻ പോരുന്നില്ല, പക്ഷെ എന്നാലും ആടിയമ്പാറ വെള്ളച്ചാട്ടം എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. അടിപൊളിയാണ്. ആടിയമ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക് നമുക്ക് ഏത് റൂട്ട് കൂടിയാണ് പോകാൻ പറ്റുക? ഓർമ്മല്ല, കൊറേ മുന്നേ പോയി. കൊറേ മുമ്പാണ് പോയത്. ഇതിലെ മേലെ കൂടെയാണോ പോയി? അതിലെ കൂടെയാണ് പോകേണ്ടത്. എന്താപ്പോ അല്ല ഫ്രീ ഫയറാ? എന്നാ കാണാ. അല്ല നിങ്ങൾ ഇനി ഇവിടുന്ന് പെരമാറി പോവാ? പെരമാറിപ്പോ എങ്ങോട്ട്? എന്താപ്പോ ഞങ്ങൾ ഓൾറെഡി പെരമാറി. പഴയ പെരിലല്ല, ഇപ്പൊ പുതിയ പെരില്ല. അല്ല ഇനി ഇങ്ങോട്ട് വരൂല? വരും. നമ്മളറിഞ്ഞുമാങ്ങാട് ക്രിക്കറ്റ് കളിക്കാന്. ഇവിടുക്കോ? ആ നമ്മളെപ്പോഴും വരലുണ്ട്. മരുതാണോ? എന്നിട്ട് എന്താ ഇവിടെ? ഞാൻ എന്താ നിങ്ങളെ ഇപ്പൊ പഠിപ്പിച്ച സ്കൂളിലെ മരുത സ്കൂൾ. ആ അവിടെ പഠിക്ക. ഇപ്പച്ചി പഠിപ്പിച്ച സ്കൂളിലാ? അവർക്ക് മറ്റേ കോൺസേർട്ടിന് വന്നിട്ടില്ലേനു മരുത സ്കൂൾക്കോ? മരുത സ്കൂളില് കോൺസേർട്ടോ? കോൺസേർട്ട് അല്ലടാ, ഉദ്ഘാടനം ചെയ്യാൻ വന്നാണ്. ആ ഓല് പോസ്റ്ററിലൊക്കെ അതാ കൊടുത്തിനി തോന്നിച്ച്. ഞാന് 5ാം ക്ലാസ് പഠിച്ചോളാം. അസ്സലാമലൈക്കും. എന്താ വർത്താനം? ഓക്കെ, എവിടക്കാ പോണേ? ഇവിടെ കോളേജിലാ? ഫുഡ് കഴിക്കാൻ ഇറങ്ങിയ? ചായ കുടിക്കാൻ? ഓക്കെ ഓക്കെ, ചലോ നടക്കട്ടെ. കാണാം. അസ്സലാമലൈക്കും. ബൈ ബൈ. നബീലെന്താ പറയാ ട്രിപ്പിനെ കുറിച്ച്? അടിപൊളി ട്രിപ്പ്. കഴിഞ്ഞോ? കഴിഞ്ഞ ട്രിപ്പ് ഈ ട്രിപ്പിന്റെ പോരാൻ കളയുന്നത് എല്ലാ പമ്പിലും ഇറങ്ങിയത്. ആ ഞാനാണല്ലോ പമ്പിൽ ഇറങ്ങണത്. ഞാൻ ഇവിടുന്ന് കയറിയപ്പോൾ ഇരുന്നാണ് ഇരുത്തം. നീ നിങ്ങൾ എവിടെ നിർത്തിയാൽ എവിടേക്കാണേലും പോവാം. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ നമ്മളൊന്ന് പോയിട്ട് വലിയ അതാണ്. ചോറും തല്ലെന്നാ നല്ല ശവായ പോയല്ലോ. ഈ എണ്ണ പൈസന്റെ സ്പ്ലിറ്റ് പിടിട്ടോ 2000 ഹാഫ് ടാങ്കിന്റെ മുകളിൽ എണ്ണ അടിച്ചിട്ട് കടമയിലേക്ക് പോകാൻ വേണ്ടി എണ്ണ അടിച്ചിട്ടുണ്ട്. സ്പീക്കർ പ്രൊഡക്ഷൻ എടുക്കേണ്ടി വരും. കണക്കൊന്നും അറിയില്ല. 14 ലിറ്റർ അടിച്ചോന്ന് അറിയണ എണ്ണ. എന്താ ഒരു 14 കണക്കാ സ്പീക്കർ? അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ നമുക്ക് പോയൊക്കെ എവിടെ എത്തും ഇപ്പോഴും അറിയില്ല. എന്തായാലും പോയാക്കിട്ട് ബാക്കി വല്ലാത്തൊരു ട്രിപ്പ്. അപ്പൊ നമ്മളിതാ കുരിശുമലന്റെ എൻട്രൻസിലെത്തിട്ടോ. ആനപ്പാറ നല്ലത്. അപ്പം പ്രൈവറ്റ് റോഡാണ് പറഞ്ഞിട്ട് എല്ലാരും അതിലാണല്ലോ പോണത്. സൽമാൻ നമുക്ക് ഇറങ്ങത് ഇത് ഓട്ടോസിന്റെ ബാക്കിൽ നിർത്തണം. ഈ പാറമ കേട്ടിട്ടാ അവിടെ കേട്ടിട്ട് കളിക്കോ? അവിടെ കേട്ടിടാ, അവിടെ കേട്ടിടാ. നമുക്ക് ഒന്നായിട്ട് കേട്ടിട്ടാ മതി. നദിമ കേട്ടിക്കളാ ഓല അവിടെ തന്നെ നിർത്തിയേക്കാം. സൽമാൻ പോയി അല്ല ഈ ശവാ എന്നാൻ പോവാ ഉള്ളത് പറയാലോ. ഇതാർക്കും ഒരു മൂടുമില്ല. ബഹുമാനപ്പെട്ട SBK വണ്ടി ഇരിക്കണോ? എന്താണ് നമ്മളെ ട്രിപ്പിനെ കുറിച്ച് പറയാനുള്ള SBK? എന്താ രാവിലെ നീക്കാത്ത പോട്ടെ. അപ്പൊ ഞാൻ ചെയ്യണ്ടേ? മൊത്തം കൊളായത്. മിണ്ടാതിരുന്നാ മതി. ഞാൻ മൊത്തം കൊളാക്കുന്നത്. ഞാൻ എന്താ ചെയ്ത് വീട്ടിൽ പോയിട്ട് എന്താ പണി? സമയം കഴിഞ്ഞിട്ട് തിന്നാലോ? കാല് വണ്ടിച്ചോളാ. അല്ല എനിക്കിപ്പോ കോയിപ്പാറ പോയ എന്റെ വണ്ടി പാറമ കൂടെ കയറ്റണം, അതല്ലേ? കാണാത്ത കക്കടം പോലെ ഞാൻ പറയണത്. ഇപ്പൊ ഈ 4:45 പോയിട്ട് ഈ മഴ ചാറാൻ നിൽക്കുന്ന നേരത്ത് പോയിട്ട് അവിടെ എത്താൻ കഴിയില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഈ കോയിമല കയറണേ കയറാം.
പോയ 5 മണിയൊക്കെ നമ്മൾ അവിടെ എത്തും. ഇന്നത്തെ തിരക്കൊക്കെ ഒരിക്കലെത്തില്ല. റോഡ് ഫുള്ള് ബ്ലോക്കാണ്. ആ കയറ്റത്തിലൊക്കെ ഇങ്ങനെ റിവേഴ്സ് എടുത്ത് ഇങ്ങനെ ഇറങ്ങുണ്ടാവും വണ്ടിയിലിട്ടിട്ട്. അവിടെ ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് വേറെ വണ്ടികൾ പോവില്ല. പബ്ലിക് റോഡാണ്, പക്ഷെ അത് ഓഫ് റോഡ് മാത്രം കയറുള്ളൂ. അവിടെ വേറെ ആൾക്കാരുണ്ടാവില്ല. അവിടെ എത്തണമെങ്കിൽ വേറെ ആൾക്കാരുടെ കൂടെ പോകണ്ടേ? അത് ശരി. അതുപോലെ നമ്മളെ മെയിൻ ഓഫ് റോഡർ വന്നിട്ടുണ്ടോ? വണ്ടി പാർക്ക് ചെയ്യാൻ ഓൾറെഡി പാർക്ക് ചെയ്ത വണ്ടി ഇനി ഒന്ന് ഓഫ് റോഡാക്കി പാർക്ക് ചെയ്ത് കാണിച്ചു തരും. ഇപ്പം വെറുതെ നിൽക്കുന്നിടത്ത് വറച്ച് നിൽക്കുക എന്നുള്ള പരിപാടി ഇപ്പോൾ തുടങ്ങാൻ പോവാണ് ഇക്കു. നമ്മുടെ വെറുതെ നിൽക്കുന്നിടത്ത് വറച്ച് നിൽക്കുക എന്നുള്ള ഇക്കുവിൻ്റെ ഈ ഒരു സീരീസ് ആരംഭിക്കാൻ പോകുന്നത്. സിനിമ ജീവനെ പേടിൻ്റെ കുറച്ച് മാറുന്നതാ. വെറുതെ നിൽക്കുന്നിടത്ത് വിറച്ച് നിൽക്കൂ എന്നുള്ള ഇക്കുവിൻ്റെ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വണ്ടി തട്ടിച്ച നല്ല കിട്ടുന്നു. അപ്പം വണ്ടി തട്ടിച്ച ചന്തിമക്ക് അടി കിട്ടുമെന്നാണ് SBK പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എന്നാലും അത് ഗൗനിക്കാതെ നമ്മുടെ ഇക്കു ഇതാ വണ്ടി പാർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഈ പൊതുമുതലുകൾ നശിപ്പിക്കുന്ന ഇക്കുനെ പോലുള്ള ആൾക്കാരെ എന്താണ് എനിക്ക് പറയാനുള്ളത് എനിക്കറിയില്ല. സാമൂഹ്യ വിരുദ്ധരാണ് ഇക്കോ കേട്ടോ. സാമൂഹ്യ വിരുദ്ധർ രാത്രി കയറി അലമ്പാക്കിയെന്നൊക്കെ പറയില്ല. ആ പരിപാടിയാണ് ഇപ്പോൾ ഇക്കു കൊടുക്കുന്നത് ഇവിടെ. ഇനിയിപ്പോൾ ഇക്കു എന്ത് ചെയ്യും? ബാക്കിൽ കുറച്ച് ആൾക്കാർ കാണാനുണ്ട്. അപ്പോൾ ഇക്കുവിൻ്റെ ഒരു 10 മിനിറ്റിൻ്റെ ഒരു പട്ടി ഷോ കാണാം നമുക്ക്. കുത്തി ഓഫ് ആയിട്ടോ. ഇക്കുവിൻ്റെ 10 മിനിറ്റിൻ്റെ പട്ടി ഷോ ഇവിടെ തുടങ്ങുകയാണ്. വണ്ടി ആവശ്യമില്ലാതെ ഇനി 0.5 ഇട്ട അപ്പോൾ ആൾക്കാർക്ക് അതിൻ്റെ വ്യാപ്തി അറിയുള്ളൂ. അനാവശ്യമായ രീതിയിൽ പാർക്ക് ചെയ്ത് റബ്ബർ തോട്ടത്തിലേക്ക് ആരാണ്ട് റബ്ബർ തോട്ടത്തിലേക്ക് എന്തിൻ്റെ വണ്ടിനെ പറപ്പിക്കാതെ ഇറങ്ങിയ ഞാൻ കേട്ടിക്കോളാം. ഇക്കു കമ്പേഷ് എന്നിട്ട് പോര് സൽമാൻ അജ്ജി ഇങ്ങോട്ട് പോര്. റബ്ബർ തോട്ടത്തേക്ക് കയറ്റി പാർക്ക് ചെയ്തിട്ടോ. അപ്പൊ എന്തായി ആർത്തികള അവിടെ ഞാൻ വേറെ ആരുടെ പാർക്ക് ചെയ്യില്ല ബാക്കില്. ഒരു മാസമായിട്ട് ഒരിറങ്ങലുണ്ടാവും. ഇക്കുൻ്റെ വിചാരം എന്തോ സംഭവമായി നടപ്പത്. നാട്ടുകാരൊക്കെ കണ്ടിട്ടുണ്ടോ? ഇതാണ് ഇതുകൊണ്ടാണ് ഇക്കുനെ എല്ലാവരും എടുത്ത് അലക്കണേ കേട്ടോ. വേറെ ഒന്നുമല്ല സംഭവം. പടച്ചോനെ ഓ എങ്ങനെ കറങ്ങിയെന്നൊക്കെ എങ്ങനെ എന്താ നേരെ പോരാ ഞാൻ എന്തിലെ കയറ്റിട്ടേ. വെരി ഫോട്ടോക്കാർ മേലേക്ക് കൊറേ നടക്കാണ്ടോ? അതിന്റെ മേലെ കയറണല്ല ആ മറ്റേ ഇതുള്ള ചിഹ്നങ്ങളൊക്കെ ഉള്ള കുറച്ചുണ്ടോ? അതൊന്നും പ്രശ്നമില്ല. എത്ര ഉണ്ട്? 500 മീറ്ററോ? അത്രയൊന്നുമില്ല. ഒന്നുമില്ല, അത്രയൊന്നുമില്ല, അതൊന്നുമില്ല. ശരിയുള്ളൂ. അത് ട്രക്കിങ്ങിന് കൊണ്ടുപോകണം എല്ലാരും എന്നെ പറയലേ. 5 മിനിറ്റ് പറഞ്ഞിട്ട് എന്നിട്ട് എത്തൂല്ല. അല്ല നിങ്ങളിപ്പോ വണ്ടി പാർക്ക് ചെയ്ത് റബ്ബർ തോട്ടത്തിൽ ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്തോണ്ട് പിന്നെ പറയുന്നില്ല. കേറല്ലോ കേറി വരിന്നു. അപ്പൊ എന്താ ടാക്സി ഡ്രൈവറോ ടൂറിന് കൊടുന്നേ? നിങ്ങൾ ഓഫ് റോഡ് ആ പാറ കൊണ്ടുമ്പോ കയറ്റിക്കോളി. ഓടോ നിങ്ങളിവിടെ ഓഫ് നടക്കാവാ ഫോട്ടോ വരി. നിങ്ങളുടെ സ്ഥലം കൊറേ കയറാണ്ട് കേട്ടോ. അങ്ങോട്ട് കൊറേ ഉണ്ട്. സൽമാനെ സൺഡേ കപ്പോൾ ഫുള്ള് വ്ളോഗിൽ വരും കേട്ടോ. ഒന്ന് പോസ് ചെയ്താ. അപ്പം നബീല് പറയണ എന്താ വെച്ചാലേ മലന്റെ മുകളിൽ ഉപകാരമൊന്നുമില്ല. എന്തർത്ഥത്തിലാണ് ഒരു ട്രാവലറായ എജി പറയണത്? ഒരു ട്രാവലർ അല്ലേ? ഓ ഹായ്.
ഞാൻ ഇവിടെ ഫോണ് ക്ലിയർ ചെയ്യാം. വെൽക്കം. അപ്പം മലമുകളിൽ ഉപകാരങ്ങളില്ലാന്ന് പറഞ്ഞ നബീലിന്റെ കൂടെ നമ്മൾ ട്രക്ക് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇപ്പൊ നഗജൊക്കെ എത്ര ട്രക്കിങ് ഉണ്ടെങ്കിൽ നബീലെ വല്ല അതിനോട് വല്ല വാസ്തുവിദ്യം പുലർത്തുന്ന ഒരു തീരുമാനം ഇടങ്ങാറായി വന്ന ഏതാ അറിയോ? വള്ളത്തു കൂടെ ഞാനില്ല. വെള്ളത്തു കൂടെ പറഞ്ഞാലേ കുറച്ച് കഴിഞ്ഞപ്പോ ഇത് നിന്നു, നിലം നിന്നു, കരമാർഗം നിന്നു, പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് കയറിട്ടിക്കണ്. അതിമ മേല് കൊളത്തിയിട്ട് വള്ളത്തു കൂടെ നീന്തി പോണം. ഞാൻ പറഞ്ഞത് എന്ത് ട്രക്കിങ്ങാ, ടൂർ വന്നിട്ട് മനുഷ്യനാകെ ഇടങ്ങാറാവുക. ബ്രസീലാണ് കണ്ടില്ല ബ്രസീൽ. നല്ലത് കിട്ടും. ഇന്നത്തെ വർക്കൗട്ട് സെറ്റ് ആവട്ടോ. നമുക്ക് ഇവിടെ സ്ഥലം വാങ്ങിയാലോ? ഇവിടെ സ്വിമ്മിംഗ് പൂള്, പൂള്, ഒരു പൂളിന് പറ്റിയ ഇൻഫിനിറ്റി പൂളിന് പറ്റിയ ഏരിയ കേട്ടോ. ഇൻഫിനിറ്റി പൂൾ ഇൻഫിനിറ്റി അല്ല. അപ്പൊ ഇതാണ് നമ്മളെ മല കേട്ടോ. എടുത്ത് തന്നെയാണ്, വലിയ ദൂരമൊന്നുമില്ല. എല്ലാരും കേറിക്കൊണ്ടിരിക്കുകയാണ്. ചെങ്ങല പിടിച്ച് കയറണ വെച്ചാല് ചെറിയ നബീലിനെ ചെങ്ങല കിട്ടാണി. അതൊന്നും പിടിക്കാതെ കയറട പൊട്ട. ഇത് ഈസിയാണ്. ഇതാണ് ഈസി മല. ചെരുപ്പ് വളക്കുണ്ട്. കൂടെ കൊണ്ടുപോകും. എടാ ക്യാമറ പിടിച്ചാ എടാ നായ് സൽമാനെ, ഇന്റെ നടയെ കൂടെ അല്ല എന്താ കാട്ട. ഞങ്ങള് വരുന്ന എടുത്തോ. ചെങ്ങല എവിടെയാ ഘടിപ്പിച്ചിക്കണേ? അയ്യോ, ബാക്ക് റിട്ടം പോവോ? ഇതാക്ക നമുക്ക്. നോക്കിട്ടോ, പൊളിഞ്ഞടിച്ചു നോക്കല്ലേ. അപ്പൊ നബീലൊക്കെ ഇപ്പൊ തന്നെ. അപ്പൊ ഇതാണ് വ്യൂ പോയിന്റ് കേട്ടോ. ഫ്രെയിം ഉണ്ടോ? ഫ്രെയിം സെയിം ഫ്രെയിമാണ്. ഇതുകൊണ്ട് വ്യൂ എങ്കിലും കിട്ടി. കുറച്ച് റിസ്ക് കേട്ടോ എന്നൊക്കെ പറഞ്ഞാലും. അതിന്റെ മേലെ ഹായ്, താങ്ക് യു. എന്താ വിശേഷം? നല്ല വിശേഷം. ഈ മലന്റെ പേരെന്താണ്? അല്ല എന്നൊരു മുഖത്തുണ്ട്. എന്ത് ട്രാവലറാണ്. അപ്പൊ എവറസ്റ്റ് ഒക്കെ എന്തേക്കാരം? എവറസ്റ്റ് കീഴടക്കാൻ പോണല്ലോ മൂടൊക്കെ എന്തേക്കാരം? അടിപൊളിയാണ് സംഭവം. എത്ര പൈസ ആണെന്ന് പറയണേക്കാ.
അവിടുന്ന് സൽമാനെ യാ റബ്ബേ കാണാൻ വയ്യ. നല്ല പിന്നെ തങ്ങി നിൽക്കും, ഇവിടെ തന്നെ ഉണ്ടാവും. മൂട് കാറ്റ് വൈബുണ്ടോ? ഞങ്ങക്ക് പൈപ്പ് പിടിക്കാൻ ആളുണ്ട്. ഞങ്ങൾ ഇപ്പൊ വന്നില്ലേ, ഞങ്ങൾക്ക് അവിടെ ടീമുണ്ടല്ലേ. ഇറങ്ങാൻ എങ്ങനെ ഇറങ്ങും? സാധനം അടിച്ച് ഇറങ്ങാൻ ഞങ്ങക്ക് പ്രശ്നമാണ്. അതാണ് ഒരു സീനല്ലേ. വ്ളോഗിൽ അറിയില്ല. ഇത് ഡേഞ്ചർ പാറ കേട്ടോ. ഇവിടുന്ന് അവിടെ ചെങ്ങല ഇല്ലല്ലോ. അല്ല മേലക്ക് റിസ്ക് ഉണ്ടോ? ആ നിങ്ങളിവിടെ സൈഡ് ആയതല്ലേ. അയ്യോ ചെങ്ങല്ലാത്തോട് കയറണോ കയറണതില്ല ഇങ്ങനെ ആലോചിക്കാണ്. അല്ലാ ഞാനില്ല എനിക്ക് ഹൈറ്റ് പേടിയാ. അങ്ങോട്ടും കൊണ്ട് നോക്കിയാ പ്രശ്നമാവും. മിക്കവാറും ഞാൻ നീ മലന്റെ ഉള്ളിൽ ബാക്കിയാവും. അടിക്ക് ഇറങ്ങാൻ വയ്യ. അയ്യോ അമ്മേ. സൽമാനെ ഇജ്ജ് ക്യാമറയൊക്കെ നോക്കുമ്പോ സൈഡൊന്ന് നോക്ക് കേട്ടുന്ന. കടമ്പൂര് നല്ല സ്ഥലമാണ്. എവിടെ? കക്കാടമ്പൂരില്ല, നല്ല സ്ഥലമുണ്ട്. ഞാൻ നമ്മളെ നിലമ്പൂരിന്റെ ഭംഗി കേട്ടോ. എനിക്ക് വേണ്ടി അടിയാണ് ഇവിടെ. അങ്ങോട്ട് പോരുത് തരാണ്. ആനപ്പുറം കണ്ടോ? 2 ആനപ്പുറം കണ്ടോ? കണ്ടു. തുമ്പിക്കൈയാണോ അങ്ങോട്ട്? അല്ല ഈ ചെയിനില്ലാത്തോടുന്ന് ഞാൻ എങ്ങനെ ഇറങ്ങും? എടാ ഈ സ്ഥലം ഇത് ഭയങ്കര അടിപൊളിയാണ്. ഇത് കക്കടമ്പൂർ ടൗണിൽ തന്നെ. ഇന്ന് പോയാൽ എന്തായാലും എത്തൂല. എടാ 4:30 ആയിട്ടുള്ളൂ. അത് വർത്താ. ഇപ്പോൾ പോയാൽ നമ്മൾ 5:20 അതിന്റെ മേലെ ഏറ്റവും ടോപ്പിലാണ്. നല്ല ഇല്ല എത്തൂല, 5 എത്തൂല. നല്ല തിരക്കാണ്. എനിക്ക് ഇവിടുത്തെ ഞായറാഴ്ച തിരക്ക്. സൽമാൻ ഞാൻ അങ്ങോട്ട് പോവല്ലേ, കാണാൻ വയ്യ. അപ്പൊ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മളെ നിലമ്പൂരിന്റെ. ഇതിന്റെ മുകളിൽ പോയ നിലമ്പൂരിന് ഇത്ര ഭംഗി മതി. ഇത്ര ഭംഗിയുള്ളൂ നിലമ്പൂരിനൊക്കെ. നമ്മളെ നാടാട്ടത്. നമ്മളിവിടക്കൊക്കെ ആദ്യമായിട്ട് വരികയാണ്. ലേമതേരെ വന്നിട്ടില്ല. ഈച്ചു വന്നോടെ. ശരിക്കും വേറെ നാട്ടിൽ നിന്ന് കുറെ ആൾക്കാർ വരുന്ന ഏരിയ കേട്ടോ. കുരിശുമല, കുരിശുപാറ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിപ്പോഴാണ് ഇവിടക്കൊക്കെ വരുന്നത്. അല്ലെങ്കിൽ സ്വന്തം നാട്ടിൽ തന്നെ നമുക്കൊരു നിലവിലി ഉണ്ടാവില്ല. എവിടെ സൂയിസൈഡ് ആവൂല, ഏപ്പം കൊടുങ്ങും, പൗതിക്ക് കൊടുങ്ങും. ഇല്ല അത്ര ഹൈറ്റ് ഇല്ല. DK എന്ത് ക്രൂരനാണ് നബീലജി. ഓനെ കാണിച്ചു കൊടുത്ത റബ്ബേ, കാണാൻ വെച്ച എനിക്ക്. കുരിശുമല സെയിം ഫ്രെയിം കേട്ടോ.
ഇത് നോക്ക്, ആരും നടക്കും. ഇത് രാവിലെ ഉണ്ടോ? രാവിലെ ഒന്നല്ല, നട്ടുച്ചക്ക് 5 മണിക്ക്. അതാ സമയം നോക്ക്, 5:15 PM. അതിപ്പോ എനിക്ക് വീഡിയോ അയച്ചെന്ന ടൈമാവും. അല്ലടാ, ഇത് ഞാൻ അന്ന് എടുത്തതാ. വ്ളോഗ് എടുത്തിട്ട് നിർത്തിയാലോ? കൊയങ്ങണല്ലേ എനിക്ക്. സെൽമ അങ്ങനെ പോയിട്ട് പേടിയാവാ. ഒന്നാമത് ഹൈറ്റ് പേടിയാണ്. ഹായ് സൽമാനെ, അതിലെ പോലെ ഇജ്ജ് അങ്ങോട്ടൊന്ന് നോക്ക്. അല്ല, ഇജ്ജ് മേലെ പോയിട്ട് വ്ളോഗ് എടുത്തോ. ഇജ്ജ് കട്ട് ചെയ്തിട്ട് നടന്നു പോയിക്കോ, എന്നിട്ട് എടുത്താൽ മതി. ആ കാളൊന്നാകെ കാളിക മനുഷ്യൻ. പക്ഷെ അതെന്താ പഠിച്ചു? അതൊന്നുമില്ല. അന്ന് വെള്ളത്തിന് പോയിസ് പറഞ്ഞാ പിറ്റേന്ന് ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ആൾക്കാർ വിളിച്ചു വന്ന്. അത് ഹൈറ്റ് ഇല്ല കാളു. കാള് ഫുള്ള് നിലത്ത് കൂടെ നടന്നു ചേട്ടൻ കാണാനല്ലേ. അപ്പൊ ഞാൻ ഇക്കൂടെ ധൈര്യം സംഭരിച്ച് നടക്കാൻ. കാഫൊക്കെ ഗത പോലായി. അല്ലോ അത് ഈ മലയല്ല. അങ്ങനെയല്ല, കാഫ് മല പൂങ്കാറ്റ്. ശരി. എടാ, ആ തലക്കിരിക്കാതെ കുറച്ച് ഇങ്ങോട്ട് നോക്കി. അല്ല, ബോഡി ഉണ്ടാവും. മതി വ്ളോഗ് മതി. ഞാൻ ഇവിടെ കൈക്ക് ഇറങ്ങാൻ കഴിയില്ല. അയ്യോ, സൽമാൻ. ആ പാറ ഇങ്ങനെ അങ്ങനെ നിക്കണേ, അതിപ്പോഴും ഒരു മിസ്റ്ററി കേട്ടോ. സ്റ്റിൽ എ മിസ്റ്ററി. ആ പാറ എങ്ങനെ അങ്ങനെ നിക്കണു? സ്ട്രൈറ്റ് ആയിട്ടാ നിക്കണേ. തള്ളിയാ മറ്റേ കൂടാണ് പോകുന്നത്. ഒരു 15 ആൾ കൂടി തള്ളിയാ മതി. അത് ചിലപ്പോ അതിന്റെ ഗ്രിപ്പാണ് മാറി ഇങ്ങോട്ടാണ് വരും റിട്ടേൺ. പാറ അങ്ങോട്ട് പോകാതെ വെയിറ്റ് ഫുൾ ഇങ്ങോട്ടാണെങ്കിലോ. ജപ്പാനിലുള്ള മൗണ്ട് ഫുജിനെ പോലെയാണ്. അത്രയും വലിയ ബന്ധങ്ങൾക്ക് പോകണോ? ജപ്പാനല്ല, വൈക്കടവാങ്ങാടിയാണ്. വൈക്കടു ജപ്പാനുണ്ടല്ലോ. എന്നാ പോയാലോ? ഇരിക്കല്ലേ. വ്ളോഗ് നിർത്തിക്കോ. ഞാൻ പറയടേ, അവിടെയാണ് ഇന്ത്യ. ആ കുരിശിന്റെ അപ്പുറത്ത്. ഞാൻ പറഞ്ഞില്ല, ഇത് ഒരു ഇതില്ല. എത്ര നാടടവണ്ണ അങ്ങാടി വരെ ഇവിടുന്ന് കാണും കേട്ടോ. അവിടെ ഇടവണ്ണയാ മയത്ത്. റിവേഴ്സ് മലയാണിത്. ഷൂ അറിഞ്ഞാൽ ഇങ്ങോട്ടാണ് വരും. അടങ്ങി നിക്ക്. അതാണ് പശ്ചിമഘട്ട ഫേ. അവിടേക്കൊന്നും ചെല്ലാൻ കഴിയില്ല, പ്രോഹിബിറ്റഡ് ആണ്. നമുക്ക് പശ്ചിമഘട്ടം കയറാൻ പോയാലോ? ഏതെങ്കിലും ആരും കയറാത്ത മല, ഈ ജന്തുക്കളൊക്കെ ഉള്ള മലയ്ക്ക് പോയാലോ? ഉള്ളിലേക്ക് ഒരു യാത്ര. അതിനല്ല, എനിക്ക് പേടിയാ. എനിക്ക് പാമ്പ് പേടിയാ. കക്കടംപോയിലേക്ക് തന്നെ പോവാൻ വയ്യ. അപ്പോഴാണ് ആമസോൺ ഫോറസ്റ്റില് പാമ്പെന്നല്ല, ഒരു തവള അടിച്ചാൽ മതി, ചാവും. ആമസോൺ ഫോറസ്റ്റ് ബ്രസീലല്ലേ? എങ്ങനെ അടിക്ക് ഇറങ്ങും? നബിയില് പറഞ്ഞിട്ട് വിശ്വാസമുണ്ട്. ഷൂസ് അതേമാതിരി വരും നബിയെ. കൊണ്ടാ എടാ അതിലൊന്നും പോവല്ലടാ. അയ്യോ, നിങ്ങൾ ഇവിടെ ഇരിക്കല്ലേ, ഞാൻ അതിലെ പഠിക്കോളാം. ചെക്കന്മാരൊക്കെ ഡെയിലി പോണോലാണേ.
ഓയ് അസ്സലാമു അലൈക്കും. സുഖമായിട്ട് പോകണം. എന്താ വിശേഷം? നമ്മളെന്നാലേ ആ കുരിശിന്റെ അപ്പുറത്തേക്ക് ഇരുന്ന വൺ ക്ലൈമറ്റ് ആണ്. അതാണ് അവിടെ രസം. അവിടുന്ന് വൺ വ്യൂ അങ്ങോട്ട്. ഗൈസ് നമ്മളിതിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ. ഇതെന്താ ഈ മലൻ്റെ പേരെന്തിനടാ? കറമ്പല കുരിശമല ആനമുട്ടക്കുന്നുമല. എന്തോ ഒരു പേരുണ്ട് ഈ മല. ആനച്ച് തുടക്കം കറമ്പോയം മുട്ട. ഈ മലൻ്റെ പേരെന്തേനും? ഇതിൻ്റെ പേരോ? അത് കക്കാടംപൊയിലല്ലേ? അത് ഈ കുരിശിലുള്ള അവിടെ ആ റോട്ടിലുണ്ട് എഴുതി വെച്ചിരിക്കണത് ഇതിൻ്റെ പേര്. ഞാൻ പോകുമ്പോൾ എനിക്ക് കാണിച്ചു തരാം. വേറെ പേരാണ് ആനമുട്ടക്കുന്ന എന്തൊരു മല. ഓ എന്ത് കോൺഫിഡൻസിലാണ് പറഞ്ഞത്. എല്ലാ മലൻ്റെ മുകളിൽ ഒരു കുരിശുണ്ടാവും. അപ്പോൾ ഇതാണ് ഗൈസ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ വരുന്നത്. അപ്പം ഞാൻ നമ്മൾ താഴത്തേക്ക് ഇറങ്ങട്ടെ, എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ അതാ വണ്ടി തിരിച്ചാൻ വേണ്ടിയിട്ട് നബീൽ കയറിയിട്ടുണ്ടോ? ഇതുകൊണ്ടൊക്കെയാണ് നബീൽ വ്യത്യസ്തനാവണത്. വണ്ടി തിരിച്ചാൻ പോയതാണ് ഇപ്പോൾ. നബിൽ എന്ന് ചോദിക്കുന്നവർക്ക് ആ വണ്ടി സൈഡിലേക്ക് നിന്നു താനെ. വണ്ടി ഒരു സേഫ്റ്റിക്ക് വേണ്ടി വണ്ടി തന്നെ നിന്നു. സേഫ് ഗിയർ ഇട്ടു. ഇനി ഇതിൽ വരുമോ? ഇങ്ങോട്ട് വരുമോ? എൻ്റെ ക്ലച്ച് ഒന്ന് പൊളിയും. 25,000 റുപ്യക്ക് മാറ്റി ആവശ്യമില്ല, കൊടുത്താൽ തന്നെ ആവുമത്. അതിന് നബീലിന് അങ്ങനെ ഇഷ്ടന്ന് മണക്കണത് അങ്ങോട്ട് ടയറ്. അപ്പൊ നമ്മളെ ട്രക്കിനെ കുറിച്ച് എന്താ സ്പീക്കർ പറയാം? നമ്മളെ കുരിശുമല ട്രക്കിംഗ്. ഇത് ട്രക്കിംഗ് ആണ്. ഇതൊക്കെ ഒരു ട്രക്കിങ്ങാ. ഇങ്ങനെ കയറുള്ളത് ഇങ്ങനെ. ഇതിപ്പോ ഒരു ട്രക്കിംഗ് അല്ലാതായില്ലേ? ഒജ്ജൊക്കെ വലിയൊരു ട്രാവൽ. സ്പിറ്റി വാലി മാത്രം പോവുള്ളൂ. എടാ മൗണ്ട് ഇജ്ജയിനൊക്കെ ഒന്ന് കയറി വാ. രാത്രി 12:30 കയറിയാ എപ്പോൾ എത്തും? രാത്രി 12:30 രാവിലെ 8:30 എത്തും. മൗണ്ട് ഇഞ്ചായോ? മൗണ്ട് ഇജ്ജയിൻ, ഇന്തോനേഷ്യ. ഇപ്പം വലിയ രാജ്യങ്ങളിലൊക്കെ ട്രക്കിങ്ങിന് പോകണം. നമുക്ക് അതെല്ലാം ലോക്കൽസിന് ഓക്കെ ആണെന്നാണ് എനിക്ക് പറയുള്ളത്. ഇന്ന പോലെയുള്ള ആൾക്കാർക്ക് കയറാനൊന്ന് പേടിക്കാനുള്ള സെറ്റപ്പ് അത്യാവശ്യം ഉണ്ട്. ഹൈറ്റ് പേടിയില്ല ആൾക്കാർക്ക് പേടിക്കാനുള്ള ഒരു സെറ്റപ്പ് ഇപ്പോൾ അവിടെ ഉണ്ട്. ഇതാ ഇക്കുണി ഞാൻ ചിപ്പുണി ഇതാ ഇറങ്ങുന്നു. വണ്ടി ഒന്നും മാറ്റൂല, ആ ഗ്യാപ്പിൽ ഇറക്കണം. അതാണ് എൻ്റെ സ്കില്ല്. അത് തട്ടൊന്നുമില്ല. എരപ്പാക്കിയാണ്ട് വണ്ടി ഞണ്ടിൻ്റെ പോലായി പോയപ്പോൾ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കുരിശുമല ട്രക്കിംഗ് ഗൈസ്. എല്ലാവർക്കും നമ്മളെ ട്രക്കിംഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു. ആകെ പിടുത്തം വിട്ടുട്ടോ. കാരണം അങ്ങോട്ട് കയറി പോകുമ്പോൾ അങ്ങോട്ട് ഒരു ഭാഗത്ത് ചെയിനുണ്ട്. അത് അവല് കുടുങ്ങി കിടക്കണ ആ സ്ഥലം കണ്ടോ? അവിടെ ചെയിനില്ല കേട്ടോ. ഇപ്പോൾ താഴേക്കിറങ്ങുമെന്നാണ്. മുഖത്തിൻ്റെ അടുത്തേക്ക് പോകണ്ട കേട്ടോ. അല്ല അങ്ങനെ വെച്ചോ, അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും. ഇപ്പം ആ ചേച്ചി ഇറങ്ങിയ പോലെ തന്നെയാണ് ഞാൻ ഇറങ്ങിയത് കേട്ടോ. കാരണം അങ്ങനെ ഇറങ്ങാൻ കഴിയുള്ളൂ. അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങണം. അപ്പം താഴേക്ക് നോക്കുമ്പോൾ നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് എന്താണ് ഇറങ്ങാൻ കഴിയണില്ല. ഇവലൊക്കെ ഇങ്ങനെ പേടിയില്ലാത്ത പോലെ പോയി. പിന്നെ എന്താ വെച്ചാൽ പേടിക്കാനുള്ളൊരു ബുദ്ധി വേണം, അത് ഇവർക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് പേടിച്ചിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇതേപോലെ തന്നെ ഓല് വരുന്ന പോലെ തന്നെ ഞാൻ വന്നത്. കറക്റ്റ് ഓല് എങ്ങനെയാണോ വരുന്നത് അവിടുന്ന് അതുപോലെയാണ് ഞാൻ വന്നത് കേട്ടോ. റിസ്ക് എടുത്താണ് വന്നത്. പക്ഷെ കുറേ ആൾ കയറി പോകുന്നുണ്ട്. ഒരു ചേച്ചിയൊക്കെ ഷൊർണൂരുള്ള ഒരു ചേച്ചിയൊക്കെ കൂളായിട്ട് കയറി പോയിട്ടാ. ക്യൂവാണ് പോയി മേലേക്ക്. ചേച്ചീൻ്റെ ഒപ്പമുള്ളവരാണ്ടത്. ഒപ്പമുള്ള യങ്സ്റ്റേഴ്സൊക്കെ കിതച്ചു. പക്ഷെ ചേച്ചി എന്ത് ചെയ്തു? ഫൂവാണ് പോയി മേലെത്തി. അപ്പം എന്തായാലും ഞാൻ വെള്ളക്കുപ്പി എടുത്തിനല്ലോ സംഭാരത്തിൽ. പ്രശ്നമൊന്നുമില്ല. യു ക്യാൻ ബട്ടർ മിൽക്ക് ബ്രദർ. സംഭാരം കുടിക്കട്ടോ.
ഏതാ? ഓ എരു വെള്ളം കഴിഞ്ഞേ. ഇപ്പം നമ്മളിന്നത്തെ സൺഡേ ട്രിപ്പ് ഇവിടെ പുരോഗമിച്ചിരിക്കുകയാണ്. നമ്മളെ ഈ ഒരു ട്രിപ്പിന് നേതൃത്വം കൊടുത്തത് ഞാനാണ്. കാരണം ഈ ട്രിപ്പ് ഇവിടെ എത്തിയത് രാവിലെ 6 മണിക്ക് കഴിച്ചിക്കണം നമ്മള്. അപ്പം ഇന്ന് ട്രിപ്പ് നടക്കാതെ ശവായെന്നാൻ പോവാന്നുള്ള അവസ്ഥയ്ക്ക് പോകണോടത്തുനിന്ന് തിരിഞ്ഞൊരു ചെറിയൊരു ട്രിപ്പൊക്കെങ്കിലും എത്തിയത് ഞാൻ കാരണമാണ്. അല്ല ഇത് ഒരിക്കലും ട്രിപ്പിൻ്റെ അവിടെ എത്തുമല്ലോ. ആ ചേച്ചി കുടുങ്ങിട്ടോ. ആ ചേച്ചി ഇപ്പോഴും അടിയിലെത്തിയില്ല. കറക്റ്റ് ഉണ്ട് അതേപോലെ ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കതാ. ഉണ്ടോ? ഇപ്പോഴും ഇറങ്ങാൻ പറ്റിയിട്ടില്ല. ഞാനും ഇതേമാതിരി അവിടെ ഇരുന്ന കേട്ടോ. ബുദ്ധിമുട്ടാവുന്ന ദൃശ്യങ്ങൾ എൻ്റെ LKG കുട്ടികളെ ആരും കാണിക്കേണ്ട കരുതിയിട്ടാണ് അത് കാണിക്കാതിരുന്നത്. കാരണം പാവ LKG കുട്ടികൾ പേടിച്ചു പോകും. നമ്മളൊരു സാമ്രാജ്യം ഉണ്ട്, LKG സാമ്രാജ്യം എന്ന് ഞായറാഴ്ചയും കൂടിയാണ്. അപ്പോൾ ടെൻഷൻ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനൊന്നും ചെയ്യാതിരുന്നത്. അപ്പോൾ നമ്മൾ ബുദ്ധിമുട്ടാവാതെ എന്തായാലും ഇറങ്ങി. അൽഹംദുലില്ലാ കഴിച്ചിലായി. അപ്പോൾ എന്തായാലും നമുക്ക് പോയപ്പോൾ അപ്പോൾ നമ്മൾ ഞായറാഴ്ചത്തെ ഈ ഒരു എളിയ വ്ളോഗ് ഉണ്ട്. എല്ലാവരോടും താങ്ക് യു സോ മച്ച്. പോലി അപ്പോൾ വ്ളോഗ് ഷോട്ട് മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതുപോലത്തെ ട്രാവൽ വ്ളോഗ്സ് വേണമെങ്കിൽ നമ്മളെ പേജ് എന്തായാലും ഫോളോ ചെയ്യുക. ഒരിക്കലും ട്രാവൽ വ്ളോഗ്സ് അങ്ങനെ വരില്ല. അപ്പം ഞങ്ങൾ പോവുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ഐ ലവ് യു ആൾ. ബൈ.